Hello, guten Tag. Welcome back to Easy German Hub, where you can learn German simply and effectively. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിലറി വെർബ്സ് ഇൻ ജർമ്മൻ ലാംഗ്വേജ്, അതായത് ഹിൽഫ്സ് വെർബൻ. ഒരു സെന്റൻസ് ഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന വെർബാണ് ഇത്. ഇംഗ്ലീഷ് ഭാഷയിലെ രണ്ട് ബേസിക് വെർബുകളാണ് ടു ബി ആൻഡ് ടു ഹാവ്. ദാറ്റ് മീൻസ് ഐ ആം ആൻഡ് ഐ ഹാവ്. അതുപോലെ ജർമ്മൻ ഭാഷയിലെ രണ്ട് ബേസിക് വെർബുകളാണ് ടു ബി എന്ന അർത്ഥം വരുന്ന സൈൻ. അടുത്തത് ടു ഹാവ് എന്ന അർത്ഥം വരുന്ന ഹാബൻ. ഈ രണ്ട് വെർബുകളുടെയും കോൺജുഗേഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഇഷ്. ഇഷിന്റെ കൂടെ വരുന്ന സൈനിന്റെ കോൺജുഗേഷനാണ് ബിൻ. ഇഷ് ബിൻ, ദാറ്റ് മീൻസ് ഐ ആം. ഇതിനൊരു എക്സാമ്പിളാണ് Ich bin müde. That means I am tired. Second one is du. Duവിന്റെ കൂടെ വരുന്ന സൈനിന്റെ കോൺജുഗേഷനാണ് ബിസ്ത്. Du bist. ഇതിനൊരു എക്സാമ്പിളാണ് du bist freundlich. You are friendly. Next one is RCS. ഇതിന്റെ കൂടെ വരുന്ന കോൺജുഗേഷനാണ് ist. He is, she is, it is. ഇതിനൊരു എക്സാമ്പിളാണ് ഈസ് ലേറർ. ഹി ഈസ് എ ടീച്ചർ. അടുത്തതാണ് വിയർ. അതിൻ്റെ കൂടെ വരുന്ന കോൺജുഗേഷനാണ് സിന്ത്. വിയർ സിന്ത്, ദാറ്റ് മീൻസ് വി ആർ. ഇതിനൊരു എക്സാമ്പിളാണ് വിയർ സിന്ത് ഗ്ലൂക്ലിഷ്. ദാറ്റ് മീൻസ് വി ആർ ഹാപ്പി. അടുത്തതാണ് ഇയർ. ഇയറിൻ്റെ കൂടെ വരുന്ന കോൺജുഗേഷനാണ് സൈദ്. ഇയർ സൈദ്, ദാറ്റ് മീൻസ് യു ആർ. ഇതിൻ്റെ ഒരു ബൈഷ്പീലാണ് ഇയർ സൈദ് സ്റ്റുഡൻറ്റിൻ. ദാറ്റ് മീൻസ് യു ആർ സ്റ്റുഡൻസ്. ദ നെക്സ്റ്റ് വൺ ഈസ് സി ഓർഡർ സി. ഇതിൻ്റെ കൂടെ വരുന്ന കോൺജുഗേഷനാണ് സിന്ത്. സിംഗുലാർ ഫോമിലെ സിന്ത് മീൻ ചെയ്യുന്നത് യു ആർ എന്നും പ്ലൂറാൽ ഫോമിലെ സിന്ത് മീൻ ചെയ്യുന്നത് ദേ ആർ എന്നുമാണ്. പ്ലൂറാൽ ഫോമിലെ സിയുടെ ആദ്യത്തെ അക്ഷരമായ എസ് ക്യാപിറ്റൽ ആയിരിക്കും. ഇതിനൊരു ബൈഷ്പീലാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സിന്ത് ഇം പാർക്ക്. ദാറ്റ് മീൻസ് ദേ ആർ ഇൻ ദ പാർക്ക്. ഓക്കെ, എല്ലാവരും ഇതൊന്നുകൂടി പറഞ്ഞു നോക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഷ് ബിൻ, ദു ബിസ്ത്, എർസിയസ് ഇസ്റ്റ്, വിയർ സിന്ത്, ഇയർ സൈദ്, സി ഓർഡർ സിന്ത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹാബൻ മീൻസ് ടു ഹാവ്. ദ ഫസ്റ്റ് വൺ ഈസ് ഇഷ് ഹാബെ. ദാറ്റ് മീൻസ് ഐ ഹാവ്. ഇതിനൊരു ബൈഷ്പീലാണ് ഇഷ് ഹാബെ ഐൻ ബുഖ്. ഐ ഹാവ് എ ബുക്ക്. നെക്സ്റ്റ് വൺ ഈസ് Du hast. That means you have. ഇതിന് ഒരു ബൈഷ്പീലാണ് Du hast einen Hund. That means you have a dog. Next one is RCS. hat, sie hat, es hat. That means he has, she has, it has. ഇതിനൊരു എക്സാമ്പിളാണ് സി ഹാറ്റ് einen Apfel. ഇതിൻ്റെ മീനിങ് ആണ് ഷീ ഹാസ് ആൻ ആപ്പിൾ. നെക്സ്റ്റ് വൺ ഈസ് വിയർ ഹാബൻ. ദാറ്റ് മീൻസ് വി ഹാവ്. ഇതിനൊരു എക്സാമ്പിളാണ് വിയർ ഹാബൻ ഫീൽ ആർബൈറ്റ്. വി ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്. Next one is ear habt. That means you have. ഇതിന് ഒരു ബൈഷ്പീലാണ് ഇയർ ഹാപ്റ്റ് einen schönen Garten. You have a beautiful garden. ഹാപ്റ്റ്. ഇതിലെ ബേ നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നുള്ളൂ, ബാക്കി സൈലന്റ് ആയിട്ട് പോകും. നെക്സ്റ്റ് വൺ ഈസ് സി ഓർഡർ സി ഹാബൻ. അതായത് സിംഗുലാർ ഫോമിൽ യു ഹാവ്, പ്ലൂറാൽ ഫോമിൽ
they have. ഇതിൻ്റെ പ്ലുറാൽ ഫോമിലുള്ള ഒരു ബൈഷ്പീലാണ് സി ഹാബൻ ഐൻ ഗ്രോസസ് ഹൗസ്. സി ഹാബൻ ഐൻ ഗ്രോസസ് ഹൗസ്. ദേ ഹാവ് എ ബിഗ് ഹൗസ്. എല്ലാവരും ഇതൊന്നുകൂടി ശ്രദ്ധിക്കുക. ഇഷ് ഹാബെ, ദു ഹാസ്റ്റ്, സി എസ് ഹാറ്റ്, വിയർ ഹാബൻ, ഇയർ ഹാപ്റ്റ്, സി ഓർഡർ സി ഹാബൻ. വിയർ ഹാബൻ മേർ ബൈഷ്പീലെ. Wir haben mehr Beispiele. We have more examples. First one is wir haben ein neues Auto. Wir haben ein neues Auto. We have a new car. Second one is ich habe jetzt keine Zeit. Ich habe jetzt keine Zeit. I don't have time now. Third one is Fatima hat zwei Kinder. Fatima hat zwei Kinder. Fatima has 2 children. Next one is Ihr habt jeden Vormittag Deutschunterricht. Ihr habt jeden Vormittag Deutschunterricht. That means you have German class every morning. അടുത്തതാണ് Die Leute haben eine gute Idee. Die Leute haben eine gute Idee. The people have a good idea. Next one is Meine Tochter hat von 8 Uhr bis 13 Uhr Schule. Meine Tochter hat von 8 Uhr bis 13 Uhr Schule. My daughter has school from 8 to 1 o'clock. അടുത്തതാണ് We feel a Geschwister has to do. We feel a Geschwister has to do. That means how many siblings do you have? അടുത്തതാണ് Has to do kein Geld mehr. Has to do kein Geld mehr. Do you have no money left? Next one is Wer hat einen Kugelschreiber für mich? Wer hat einen Kugelschreiber für mich? Means who has a pen for me? Next one is Hast du einen Computer? Hast du einen Computer? Do you have a computer? Ja, wir haben mehr Beispiele zur Konjugation von sein. Wir haben mehr Beispiele zur Konjugation von sein. We have more examples about sein conjugation. First one is Ich bin nicht verheiratet. Ich bin nicht verheiratet means I am not married. Next one is Woher bist du? Woher bist du? Where are you from? Next one is Das Kind ist noch sehr klein. Das Kind ist noch sehr klein. The child is still very small. അടുത്തതാണ് Es ist gesund. Es ist gesund. It is healthy. Sind Sie auf der Türkei? Sind Sie auf der Türkei? Are you from Turkey? Next one is Das ist unser Zimmer. Das ist unser Zimmer. This is our room. Next one is Ich bin nicht dumm. Ich bin nicht dumm. That means I am not dumb. Next one is The sighting ist von gestern. The sighting ist von gestern means the newspaper is from yesterday. അടുത്തതാണ് Wo ist meine Tasche? Wo ist meine Tasche? Where is my bag? Okay, thank you for watching the video. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പേഴ്സണൽ പ്രൊനോമൻസും ഈ 2 വെർബിൻ്റെ കോൺജുഗേഷനും ഒക്കെ നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും കാണാതെ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ചൂസ്.